വാടക വീട്ടിൽ വാസ്തു ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. കാണാത്തവരൊന്ന് പോയി കണ്ടിട്ട് വരൂ. ദിസ് ഇസ് പാർട്ട് 2. ഈ വീഡിയോയില് വാടക വീട്ടിൽ വാസ്തു ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന 3 ചലഞ്ചസിനെ പറ്റി പറയാം. ഫസ്റ്റ്, നമ്മളിവിടെ താൽക്കാലികമല്ലേ, പിന്നെ ഇതൊക്കെ നോക്കണം. സോ താൽക്കാലികം എന്ന് പറയുമ്പോൾ ഈ കാലയളവിനാണ് പ്രാധാന്യം. 1 മാസമോ 2 മാസമോ അല്ല, മിനിമം 1 ഇയർ എങ്കിലും കണക്കാക്കാം. സോ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ട്, നമ്മുടെ എനർജി, ഇതൊക്കെ ഡ്രെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ 1 വർഷം കളയണോ? സെക്കൻഡ്, 100% വാസ്തു പെർഫെക്റ്റ് ആയ വീടൊക്കെ കാണാൻ കിട്ടുമോ? ശരിയാണ്, വളരെ സാധ്യത കുറവാണ്. പക്ഷെ നമുക്ക് മേജർ ആയിട്ടുള്ള എനർജി ബ്ലോക്സിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. കണ്ണടച്ച് നടന്നു പോയിട്ട് കുഴി വീണിട്ട് അയ്യോ ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറയണ പോലെ ഇങ്ങനെ പറയുന്നു. സോ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. സ്മോൾ ചേഞ്ചസ് ക്രിയേറ്റ് ബിഗ് ഇമ്പാക്ട്. തേർഡ്, കറക്ഷൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അപ്പൊ നമുക്ക് എല്ലാ ഓപ്ഷൻസും നോക്കാം. ഫസ്റ്റ്, ഇനി ഓണർ സമ്മതിച്ചില്ലെങ്കിലും സോ ടോക്ക് ടു ദി ഓണർ. കാരണം ഈ സ്പേസിലെ എനർജി രണ്ടുപേരും ഒരുപോലെ ഇമ്പാക്ട് ചെയ്യുന്നു. ഇനി അത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ട്രൈ ഫോർ സം റെമഡീസ്. ഇത് രണ്ടും പറ്റുന്നില്ല, ഈ സ്പേസ് തന്നെ എടുത്തേ പറ്റൂ, സ്കൂളും ഓഫീസും എല്ലാം അടുത്താ, അങ്ങനെയാണെങ്കിൽ ചെക്ക് ഇഫ് ഈ സ്പേസിലെ എനർജി നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സ്പേസിനെക്കാളും 1% എങ്കിലും ബെറ്റർ ആണോ നോക്കുക. ഇത്രയും ചെക്സും ഫെയിൽഡ് ആവുകയാണ്, ഇത് ഓക്കെ ആകുന്നില്ല എങ്കിൽ ഡോണ്ട് കോംപ്രമൈസ്, ഗോ ആൻഡ് സെലക്ട് എ ബെറ്റർ സ്പേസ്. കാരണം നമ്മൾ ഇപ്പൊ ഇവിടെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിലെ ഒത്തിരി ഏരിയാസും നമ്മൾ എടുക്കുന്ന എഫേർട്ടും ഇതൊക്കെയാണ് അഫക്റ്റഡ് ആകുന്നത്. കുറച്ച് പൈസ നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെട്ടാൽ നമ്മൾ കുറച്ച് വിഷമിക്കും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കും, കോൺഷ്യസ് ആയിരിക്കും. പക്ഷെ വാസ്തു കാരണം ഉണ്ടാകുന്ന എനർജി ഡ്രെയിൻസോ ഈ പ്രശ്നമോ ഇതിന്റെ കാരണങ്ങളോ ഇതൊന്നും പെട്ടെന്ന് നോട്ടീസബിൾ അല്ല, നമുക്കിത് സെൻസ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സോ അതുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്.